യൂത്ത് കോൺഗ്രസ് വ്യാജ ID കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത്. ലാപ്ടോപ്പിൽ വ്യാജ ID കാർഡ് നിർമ്മിച്ചെന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ID കാർഡുകൾ ഡൗൺലോഡ് ചെയ്തു. അതേ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. ഈ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ ചെയ്തു. ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് തെളിവുകൾ ലഭിച്ചത്. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ തെരഞ്ഞെടുപ്പിലാണ് വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ നിർമ്മിച്ചതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് ഇതിന്റെ നിർണായക തെളിവുകൾ ലഭിച്ചത്. ലാപ്ടോപ്പിൽ വ്യാജ ID കാർഡ് നിർമ്മിച്ചെന്ന് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ID കാർഡുകൾ ആദ്യം ഡൗൺലോഡ് ചെയ്തു. പിന്നീട് അതേ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. ഈ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ ചെയ്തതായാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ലാപ്ടോപ്പിൽ 8 വ്യാജ ID കാർഡുകളാണ് നിർമ്മിച്ചത്. വോട്ടിംഗിന് ശേഷം 67,158 അപേക്ഷകരെ ഒഴിവാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കണക്കാരി പഞ്ചായത്തിലെ 27 പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയതായും മലപ്പുറത്ത് 7 പേരുടെ പേരിൽ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചതായും വ്യക്തമായി. നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് ക്രൈംബ്രാഞ്ച് വാറണ്ട് അയച്ചു. വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് വാറണ്ട്. ഇതിനോടനുബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത 4 കേസുകളും ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. ലാപ്ടോപ്പിന് പുറമെ പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ചണ്ഡീഗഡിലെ ലാബിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം അയച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളും കേസന്വേഷണത്തിൽ നിർണായകമാകുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.